അല്ലടോ ദിവസവും പോയിട്ട് എന്തെങ്കിലും കിട്ടലുണ്ടോ? കിട്ടിക്ക് ഒരു കുപ്പി വെള്ളം. പണ്ടാരടക്കാൻ നമ്മുടെ റോഡിന്റെ അവസ്ഥ, കാലിന്റെ വൈവള്ളി പോയി. നമ്മളെ റോഡ് ഒരിക്കലും നന്നാകും. നീ എന്താ ചങ്കരായി പിച്ചുമ്പയും പറയും? നോക്കടോ, കാലിന്റെ വൈവള്ളി പൊട്ടിയെന്നാ തോന്നുന്നത്. എന്നിട്ട് മിണ്ടരുത് നിന്നാ. ഈ റോഡ് ഉണ്ടാക്കിയിട്ട് കൊറേ കൊല്ലായില്ലടോ. അതുകൊണ്ട് ഇനി ഇത് നന്നാക്കാൻ പറ്റൂല. പഞ്ചായത്തിന്റെ അടുത്ത് ഫണ്ടില്ലടോ. കീർപ്പം തേഞ്ഞ പെണ്ണ് മഞ്ചലിൽ പെറ്റാലെങ്കിലും പഞ്ചായത്തിന് ഫണ്ട് ഉണ്ടാവുള്ളൂ. എനക്ക് ഈ പഞ്ചായത്തിന്റെ കാര്യം അറിയില്ല. എന്നെ പോലത്തോട് പറഞ്ഞിട്ട് കാര്യമല്ല. എനക്ക് ഭ്രാന്തല്ലേ? അതേടോ, എനിക്ക് ഭ്രാന്ത. അതിനൊരു സർട്ടിഫിക്കറ്റ് കൂടി കിട്ടാണ്ട് നിന്റെ അച്ഛന്റെ. എടുക്കടോ വണ്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക്. എത്ര കാലമായടോ എന്ത് ഓടൊക്കെ ഇങ്ങനെ. ഡ്രൈവർമാരെ കാര്യം എന്ത് പറയാനാ? എന്റെ അമ്മോ, ഒന്നിറങ്ങി തള്ളണേ. ഇനി തള്ളുകയും വേണം. നിർത്ത്. എല്ലാവരും ശാന്തരാകും. നമുക്ക് ചർച്ച തുടങ്ങാം. ശാന്തരാകില്ല. ഇത് ഭരണപക്ഷത്തിന്റെ പിടിപ്പുകേടാണ്. വൻ അഴിമതിയാണ് നടന്നത്. പ്രതിപക്ഷ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കരുത്. ഭരണപക്ഷ നിലപാട് ശരിയല്ല. എന്താണ് ശരിയാവത്തെ? ഭരണപക്ഷവും പ്രതിപക്ഷമൊക്കെ അങ്ങ് ജനങ്ങളോട് മാത്രം മതി. ചില കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു പക്ഷമാണല്ലോ. അല്ലെങ്കിലും പ്രതിപക്ഷ മെമ്പർക്ക് പ്രസിഡന്റിനോട് പക്ഷമുണ്ടെന്ന് നാട്ടിലൊക്കെ സുമതി മെമ്പറെ അനാവശ്യം പറയരുത്. അല്ലെങ്കിൽ തന്നെ നാട്ടിൽ എനിക്ക് നല്ല ചീത്തപ്പേരാ. ഭരണപക്ഷം സ്ത്രീകളെ അപമാനിക്കരുത്. പ്രതിപക്ഷം വേണ്ടാത്ത ആരോപണം ഉന്നയിക്കുകയാണ്. മതി, നിർത്ത്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇനി മുതൽ തേങ്ങാക്കുഴി പഞ്ചായത്തിൽ റോഡിൽ നിന്ന് 24 മീറ്റർ ഉള്ളിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും അനുവദിക്കില്ല. പ്രസിഡന്റ്, കിഴക്കുമുറി റോഡിനടുത്തേ ഞാൻ 6 മുറി ഷോപ്പിന് തറക്കല്ലിട്ടിട്ടുണ്ട്. അവിടെ കെട്ടിടം പണിതാൻ ഞങ്ങൾ പൊളിക്കും. എന്നാൽ അതൊന്ന് കാണണം. 1000 കോടിയുടെ കേന്ദ്ര ഫണ്ടുണ്ട് റോഡ് വികസനത്തിന്. അതുകൊണ്ട് നിബന്ധനകൾക്ക് വിധേയമായി 6 മീറ്റർ ഇളവ് ചെയ്യാൻ ക്ലോസ് വെക്കാം. നിങ്ങളുടെ ആളുകൾക്ക് നിങ്ങൾ ഇളവ് കൊടുക്കും. അത് നടക്കില്ല. നിങ്ങൾ ഭരിച്ചപ്പോൾ എന്താണ് ഇവിടെ ചെയ്തത്? എന്തായാലും നമുക്ക് കൃത്യമായ ഒരു ഫോർമുല വേണം. ഇല്ലെങ്കിൽ അഴിമതിയുടെ പേരിൽ പഞ്ചായത്ത് പൂട്ടിക്കും. വെള്ളം ചേർക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കൂട്ടിയടിച്ചതിന്റെ വിഹിതം ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഇനി ആർക്കും പരാതിയില്ലല്ലോ. എനിക്ക് പരാതിയുണ്ട്. ആരാ ഇയാളെ ഇങ്ങോട്ട് കടത്തിവിട്ടെ? ആരും കടത്തിവിട്ടതല്ല, ഞാൻ ബലമായി കയറി വന്നതാ. ഇറക്കി വിടുറോ ഇയാളെ. അലറി വിളിക്കണ്ട. ഞാൻ ശങ്കരൻ, ഭ്രാന്തൻ ശങ്കരൻ എന്നാ എല്ലാവരും പറയുന്നത്. ഭ്രാന്തന്മാർക്ക് എന്തോടെ പഞ്ചായത്ത് മീറ്റിംഗ് കാര്യം? ഇത്രയും ഭ്രാന്തന്മാരുടെ ഇടയിലേക്ക് ഒരു ഭ്രാന്തനും കൂടി വന്നപ്പോ കുഴപ്പമായോ? ഇത് പ്രതിപക്ഷത്തിന്റെ കൂടതന്ത്രമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലാരും ഭ്രാന്തന്മാരില്ല. നിർത്തടോ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. തേങ്ങാക്കുഴി പഞ്ചായത്തിൽ മനുഷ്യന്മാർക്ക് നടന്നു പോകാൻ പറ്റാത്ത റോഡുണ്ട്. അതൊന്ന് ശരിയാക്കി തരാൻ പറ്റുമോന്ന് അറിയാനാ വന്നത്. അതിനെക്കുറിച്ചുള്ള ചർച്ച എവിടെ നടക്കുന്നത്? ബാക്കി നാളെ ഉദ്യോഗസ്ഥരെ മീറ്റിംഗ് പറയാം. എന്നാ ശരി, ഞാനങ്ങ് പോവാ. എന്നെ ഇനി ഇങ്ങോട്ട് വരാൻ ഇടവരുത്തരുത്. സെക്രട്ടറി ഒക്കെ രേഖപ്പെടുന്നുണ്ടല്ലേ? നമുക്ക് ഇന്നത്തെ യോഗം പിരിയാം. പണിക്കരെന്താ ഇവിടെ? കക്കൂസിന്റെ ഫണ്ട് പാസ്സായെന്ന് അറിയാൻ വന്നതാ. അതിനെന്തിനാ എങ്ങോട്ട് വന്ന്? വീട്ടിൽ നിന്ന് കെണിച്ചു നോക്കിയാ പോയി. ഓടാ പ്രാന്ത. കൊറേ കാലായാലും കണ്ടിട്ട്. ടൂറിലായിരുന്നു. ഞങ്ങളും ടൂറൊക്കെ പോകും സാറേ. കൊണ്ടുപോവാം. പുതിയ പ്രൊജക്റ്റൊക്കെ വരുന്നില്ലേ? അതൊക്കെ ഒന്ന് ശരിയാവട്ടെ. നമുക്കും പോവാം. ഞാൻ സെക്രട്ടറി ഒന്ന് കണ്ടു തരട്ടെ.
നമസ്കാരം. അല്ല ഇതാര് വരിയിരിക്കി. പിന്നെന്തൊക്കെയാ വിശേഷം? നമ്മുടെ ആ കടവിൻ്റെ അടുത്തുള്ള റിസോർട്ടിൻ്റെ പ്ലാന് കൊടുത്തിരുന്നു. എന്തൊക്കെയാ അതിൻ്റെ സ്ഥിതി? അതൊക്കെ ഇവിടെ പാസ്സായി കിടക്കല്ലേ. പുഴയുടെ അടുത്തുള്ള അളവ് അത് പ്രശ്നമല്ലല്ലോ. ഈ പ്രശ്നം ഉണ്ടാക്കുന്നു ഇല്ലാണ്ടാക്കുന്നു ഒക്കെ ഞങ്ങൾ തന്നെയല്ലേ. എന്നാ പിന്നെ ഞാനിങ്ങോട്ട് ഇറങ്ങട്ടെ. പിയൂൻ്റെ അടുത്ത് കൊടുത്തേക്കാം. പ്രസിഡന്റ് പണിക്കരെത്തി. പണിക്കരെ വരിക, കയറി വരിക. വാ അങ്ങോട്ടിരിക്കും. എന്താ പ്രസിഡന്റെ ആകെപ്പാടൊരു പരവേശം? ഏതാണ്ട് തീരാറായി പണിക്കരെ. 90 ജാതകത്തിലെ ആയുസ്. അതല്ല പണിക്കരെ, നാട് മുഴുക്കെ ജാഥയും പോസ്റ്ററും കൊണ്ടുള്ള ബഹളം. കസേരക്കാലിനൊരു ഇളക്കം പോലെ. കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. പണിക്കര് കാര്യത്തിലേക്ക് വാ. എന്തായാലും ഞാനൊന്ന് ഗണിച്ചു നോക്കട്ടെ. ഒന്നാം ഭാവാധിപനും 2ാം ഭാവാധിപനും 3ാം ഭാവാധിപനും പ്രശ്നം കാണുന്നില്ല. 4ാം ഭാവാധിപന്റെ മധ്യമത്തിലാണ് പ്രശ്നം കാണുന്നത്. അത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ മിണ്ടാണ്ടിരിക്കടാ. പണിക്കര് കാര്യത്തിലേക്ക് വാ. പ്രസിഡന്റെ കാര്യം ഇത്തിരി കുഴപ്പത്തില്ല. 1 മുതൽ 3 വരെയുള്ള ഭാവാധിപരെ നമുക്ക് ചെമ്പ് കൊണ്ട് നേടാം. അപ്പം ചെയ്ത്താൻ കൂടിയതാലേ. 4ാം ഭാവാധിപരാണ് പ്രശ്നം. എന്തായാലും കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കും. മദ്യത്തിന്റെ പ്രശ്നപ്പാടെ കഴിഞ്ഞില്ലേ? ഇനി ഒരു അക്ഷരം മിണ്ടിയ നിർത്തറ. പണിക്കര് പറ. 1ാം ഭാവത്തിൽ വിജിലൻസ്, 2ാം ഭാവത്തിൽ ED, 3ാം ഭാവം ജയിലിലും, 4ാം ഭാവത്തിൽ ജനങ്ങളാണ് നിൽക്കുന്നത്. പരിഹാരം എന്താ പണിക്കരെ? ഒരുപാട് വാരിക്കൂട്ടിയതല്ലേ, അതങ്ങ് നിർത്തുക. ഇതുവരെ ചെയ്ത തെറ്റിനല്ലോ ഒരു പരിഹാരമാട്ടെ. ജനസേവകനായി മാറുക. പഞ്ചായത്ത് ജനങ്ങൾക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ഇത്തിരി കാശ് ധർമ്മം ചെയ്യുക. അതിനെക്കാട്ടും കൊന്നാടിയെന്നാ. പറ്റില്ലെങ്കിൽ 3ാം ഭാവാധിപന്റെ ഒപ്പം നിൽക്കുക. അതാ നല്ലേ പ്രസിഡന്റെ. അത് ജയിലാ. അപ്പൊ വേണ്ട. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. എന്താ വെച്ചാ ചെയ്. പണിക്കർ ഇതാ ഇവിടെ വെക്കുക. പണിക്കർ ഇതും കൂടി അങ്ങ് എടുത്തോ. ഇങ്ങോട്ടേ ഞാനാ പിടിച്ച്.
സാറേ, എൻ്റെ വീടിൻ്റെ പ്ലാൻ്റെ കാര്യം എന്തായി? അയ്യോ ഓഫീസർ ഇന്ന് ലീവാണല്ലോ. 1.5 മാസമായി ഞാനിങ്ങനെ കയറി ഇറങ്ങുന്നു. ഒരു കാര്യം ചെയ്യോ, സെക്രട്ടറി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. സാർ, എൻ്റെ വീടിൻ്റെ പ്ലാൻ്റെ കാര്യം? ഏത് പ്ലാനാ? ചാമപ്പറമ്പിൽ ബാലൻ നിറഞ്ഞ പ്ലാനാ സാർ. ചാമപ്പറമ്പിൽ ഇതിനൊരു കുഴപ്പമുണ്ടല്ലോ. ഈ പ്ലാനിൽ 5 സെൻറ്റിമീറ്റർ കിഴക്കോട്ടും 3.5 സെൻറ്റിമീറ്റർ വടക്കോട്ടും ഒരു ചാട്ടമുണ്ട്. അതുകൊണ്ട് ഈ പ്ലാൻ മാറ്റിയിട്ട് പുതിയ പ്ലാനായിട്ട് വാ. സാറേ, നിസ്സാര കാര്യമല്ലേ, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൂടെ? നിയമം പോലെ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ. ഇവിടെ ഇല്ലാത്ത കാര്യമാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. പുതിയ പ്ലാനൊന്നും വരയ്ക്കാനുള്ള കാശില്ലാഞ്ഞിട്ടാ സാറേ. എന്താ ഒരു അടിയന്തര മീറ്റിംഗ്? അടിയന്തരായിരിക്കും, പഞ്ചായത്തിലെല്ലാം അടിയന്തരല്ലേ. എന്തോ കടുത്ത തീരുമാനം എടുക്കാനായിരിക്കും, അല്ലാതെ നമ്മളെയൊക്കെ വിളിക്കുമോ? എന്നിട്ട് പ്രസിഡന്റ് എവിടെ പോയി? ദാ വരുന്നുണ്ട്. നമസ്കാരം, ക്ഷമിക്കണം, ഞാൻ അല്പം താമസിച്ചു. എന്നാ തുടങ്ങാം അല്ലേ? ഞാൻ തന്നെ തുടങ്ങാം. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോ മനുഷ്യന്മാർക്ക് നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയല്ലേ ഉള്ളത്. അതിന് വണ്ടിയിൽ പോയാ പോരെ? പഞ്ചായത്ത് മുഴുവൻ ചീഞ്ഞു നാറുകയല്ലേ. വല്ല മാലിന്യ സംസ്കരണ പ്ലാന്റും ഈ പഞ്ചായത്തിലുണ്ടോ? അക്കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതെന്റെ വാർഡിൽ തന്നെ വേണം. പ്രസിഡന്റ്, മാലിന്യ സംസ്കരണ പ്ലാന്റ് അദ്ദേഹത്തിന്റെ വാർഡിൽ തന്നെ കൊടുത്തേക്ക്. ഇന്ന് മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. പ്രസിഡന്റ്, കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞാട്ടെ. പ്രിയ മെമ്പർമാരെ, ഉദ്യോഗസ്ഥരെ, വളരെ സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കാനാണ് നമ്മൾ ഈ യോഗം ചേർന്നത്. തേങ്ങാക്കുഴി പഞ്ചായത്ത് ഇനി മുതൽ ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. പഞ്ചായത്തിനെതിരെ നടക്കുന്ന സമരങ്ങളും പ്രചരണങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ പ്രതിക്കൂട്ടിലാവുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ തേങ്ങാക്കുഴി പഞ്ചായത്തിനെ ഏറ്റവും ജനകീയമാക്കാനും അഴിമതി മുക്തമാക്കാൻ വേണ്ടി ഉള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചേർന്നത്. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഈ തീരുമാനത്തോട് പ്രതിപക്ഷം പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിക്കുന്നു. എങ്കിൽ തീരുമാനം വായിക്കേ. 16/2/2022 മുതൽ തേങ്ങാക്കുഴി ഗ്രാമപഞ്ചായത്ത് അഴിമതി മുക്തവും ജനകീയവുമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പം ഇന്ന് തന്നെ നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാം. എന്നാ പിന്നെ ലേസും കുയിസും ഒന്നുമില്ല. ഇത് മക്കളെല്ലാവരോടും കഴിച്ചോ. ഇത് മാലേട്ടന്റെ പീടിയെന്ന് വാങ്ങിയതാ. ഏടുന്നായാലെന്താ, തിന്നാ പോരെ. ഒന്നമ്മയ്ക്ക് കൊടുക്ക. ഷൈനി, ഞാൻ പോട്ടെ. അല്ല, ഇതെടുന്നാ വരുന്നത്? ADS മീറ്റിങ്ങിന് പോയതാനുമോളൂ. ചോറും കൂടി തിന്നിക്കില്ല. മൂപ്പരുണ്ട് അങ്ങോട്ട് പോയിക്ക്. എന്നാ ഞാൻ വേഗം പോട്ടെ. അമ്മ വന്നേ. അച്ഛൻ മക്കൾക്ക് പഴംപൊരിയൊക്കെ കൊണ്ട് തന്നിക്കോ. അല്ല, നിങ്ങള് കൊറേരായി വന്നിട്ട്.
നിങ്ങളെന്തേ തിന്നിക്കോ? അതിനപ്പം നേരം. അല്ല, നിങ്ങൾ പോയ കാര്യം എന്തായി? ഉമ്മക്കിപ്പം ഇനി പുതിയ വീടൊന്നുമില്ല. ആന്താ? പുതിയ പ്ലാനും കൊണ്ട് പോകണോ? എന്നാലേ ഉമ്മക്ക് ഇനി വീടൊക്കെ ഉള്ളൂ. ഈ കുട്ടികളെ കാര്യം വിചാരിച്ചിട്ടാ, അല്ലേ ചത്തുകളയാനു. നിർത്തിയിടോ, നിങ്ങൾ യാത്ര പഞ്ചായത്ത് നന്നാവുമോ? വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. എന്ത് വിഷമോ? വിഷമമുള്ളവരൊക്കെ മരിക്കാൻ നിന്നാ ഇന്ന് നാട്ടിൽ ജീവനോടെ ആരെങ്കിലും ഉണ്ടാവൂ? ശങ്കര, ഇനി ഇത് കണ്ടില്ലേ? ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായില്ലേ? എടോ, പഞ്ചായത്തല്ല, ആര് തന്നില്ലെങ്കിലോ നിങ്ങൾ വിഷമിക്കണ്ട. ചെറുതാണെങ്കിലോ നല്ലൊരു വീട് എനിക്കുണ്ട്, അത് നിങ്ങളെടുത്തോ. ഒറ്റയാൻ ശങ്കരന് എന്തിനാടോ വീട്? അമ്മേ, കൊറേ ആൾക്കാര് വരുന്നേ. വെള്ളമ്പിന് മശി കുത്താനായോ? മലവെള്ളം പോലെയാണല്ലോ വരവ്. ബാലൻ ക്ഷമിക്കണം, നിങ്ങളെപ്പോലെയുള്ളവരെ കാണാതെയാ ഇത്രയും കാലം ഞങ്ങൾ നടന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടുണ്ടാവും. അങ്ങനെയല്ല, അഴിമതിയില്ലാത്തൊരു പഞ്ചായത്താണ് ഇപ്പം നമ്മൾ കെട്ടിപ്പടുത്ത് കൊണ്ടുവരുന്നത്. ആ സെക്രട്ടറി ആ ബാലന്റെ ഫയൽ അങ്ങോട്ട് കൊടുക്ക്. ബാല, നാളെ തന്നെ പണി തുടങ്ങിക്കോ. ഓ, 4 ലക്ഷം ഫണ്ടും കിട്ടും. 2 ലക്ഷം പ്രതിപക്ഷത്തിന്റെ വക. എന്നാ പ്രസിഡന്റ് വക 5 ലക്ഷം. ലക്ഷവും കോടിയൊന്നും വേണ്ട, പുതിയ വീട് വെക്കാനുള്ള അനുമതി കിട്ടിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഇനി മക്കൾക്ക് പുതിയ വീട്ടിൽ താമസിക്കാൻ സന്തോഷായില്ലേ രമേച്ചി? നിങ്ങളൊക്കെ മാറിയെന്നുള്ളത് സത്യമല്ലേ? എന്നാ ഞാനൊരു സത്യം പറയാം. നിങ്ങൾക്കെല്ലാവർക്കും പൈസയോടുള്ള ആർത്തി മാറിയെങ്കിൽ എൻ്റെ ഭ്രാന്തും മാറി. ഇതെല്ലാ ഭ്രാന്തന്മാരും പറയുന്ന. ബോധമുള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാർ സത്യം വിളിച്ചു പറയാൻ ഭയക്കുന്ന കാലത്ത് നേര് വിളിച്ചു പറയാൻ ശങ്കരൻ ഭ്രാന്ത് അഭിനയിച്ചതാ. ഇപ്പം എനിക്ക് സന്തോഷമായി. ശങ്കര, ഞങ്ങൾ മാറിയപ്പോൾ നിങ്ങൾ മാറിയില്ലേ? ഇങ്ങനെ പഞ്ചായത്തിൽ ഓരോരുത്തർ മാറിയാൽ നമ്മുടെ പഞ്ചായത്ത് നന്നായി. പ്രസിഡന്റ്, ഒരു കാര്യം കൂടി ഉണ്ട്. ഇനിയും തീർന്നില്ലേ നിങ്ങളുടെ പ്രശ്നം? അതല്ല, നിങ്ങളെല്ലാവരും മാറിയില്ലേ? ഇയാളുടെ ഭ്രാന്ത് മാറി, ഒപ്പം ഞാനും മാറി. സത്യം മാത്രം വിളിച്ചു പറയുന്ന ഈ ഭ്രാന്തനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ ഭ്രാന്തനെ എനിക്ക് കെട്ടിച്ചു തരുമോ? പടച്ചോനെ, ഒരുമാതായോ? കെട്ടിച്ചു കൊടുക്ക്. പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഈ മംഗളകർമ്മം തേങ്ങാക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട രാഘവൻ മാസ്റ്റർ നടത്തിക്കൊടുക്കും.